everyone, welcome to Jupiter SSLC. It's me and Nafi, it's your Sahad and it's your Nihal. We are here to predict social science questions. അപ്പോൾ മക്കളെ നമ്മൾ സോഷ്യൽ സയൻസ് ക്രിസ്മസ് എക്സാമിന് ചോദിക്കാൻ ചാൻസുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പോകണേ. ക്രിസ്മസ് എക്സാമിന്റെ പോർഷൻസ് ആയി ഹിസ്റ്ററിയിലെ 4, 5, 6, 7, ജോഗ്രഫിയിലെ 3, 5, 6 ചാപ്റ്റേഴ്സ് ആയി ടോപ്പിക് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാം. വീണ്ടും പറയാണ് മക്കളെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് അരച്ച് കലക്കി കുടിക്കണം. കാരണം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ഈ വാട്ട് വൈ വിച്ച് എന്നുള്ള ആ ടൈപ്പ് ക്വസ്റ്റ്യൻ ഇല്ലേ, അതില്ല മക്കളെ. അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിന്റെ ടോപ്പിക് വൈസ് ചെയ്തിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിച്ചു പോയവർക്ക് നല്ല സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. യെസ്, അതൊരു ഗ്ലാമർ ക്വസ്റ്റ്യൻസ്, ഡയറക്റ്റ് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാതെ എല്ലാ കണ്ടന്റിനെയും വേറെ പല രീതിയിൽ തലതിരിച്ചൊക്കെ ചോദ്യം ചോദിച്ചു. ഉത്തരം നമ്മളെ കയ്യിലുണ്ട്, ചോദ്യം പല രീതിയിൽ ചോദിച്ചാലും. അപ്പോൾ ഓണം എക്സാമിന് പോർഷൻസ് ഒരു 16-20 മാർക്ക് പ്രതീക്ഷിക്കാം. അത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നില്ല. നേരെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഹിസ്റ്ററി 4ാം ചാപ്റ്റർ മക്കളെ, ജോഗ്രഫിക്കൽ എക്സ്പ്രഷൻ, ഭൂമിശാസ്ത്ര പര്യവേഷണം ആര് തുടക്കം കുറിച്ചു, അതിന്റെ അനന്തര ഫലങ്ങൾ, കോൺസിക്വൻസ്, വെരി 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 ഇമ്പോർട്ടന്റ് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ മക്കളെ നിങ്ങളുടെ മെർച്ചന്റൽ ക്യാപിറ്റലിസം, അതുപോലെ ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം ആൻഡ് അതെങ്ങനെ ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ഭാഗമായി അത് ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ മെറിറ്റും ഡിമെറിറ്റും പഠിച്ചു വെക്കുക. അതുപോലെ 1ാം ലോക മഹായുദ്ധവും 2ാം ലോക മഹായുദ്ധവും ടെക്സ്റ്റ് ബുക്ക് ഫുൾ ആയി നിങ്ങൾ വിചാരിക്കരുത്. 1ാം ലോക മഹായുദ്ധം എസ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ഒന്നെങ്കിൽ 1ാം ലോക മഹായുദ്ധം എസ് ഒക്കെ ചോദിക്കും, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ജോഗ്രഫിക്കൽ എക്സ്പ്രഷന്റെ കോൺസിക്വൻസ്, അനന്തര ഫലങ്ങൾ എന്തെല്ലാം, അവിടുന്ന് ഒരു ചോദ്യം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് പഠിച്ചു വെക്കുക. ഇത് നമ്മൾ ജോഗ്രഫിയിലെ 3ാമത്തെ ചാപ്റ്ററിൽ പോവാണ്. യെസ്, 3ാമത്തെ ചാപ്റ്ററിലാണ് മിക്കവാറും എസ് എ ചോദിക്കുക. ഈ 2 ക്ലൈമറ്റ് റീജിയൻ, 2 കാലാവസ്ഥ മേഖലയുടെ സവിശേഷത മൊത്തം പഠിച്ചു വെക്കണം. ക്ലൈമറ്റ്, കാലാവസ്ഥ, നാച്ചുറൽ വെജിറ്റേഷൻ, നൈസർഗിക സസ്യജാലങ്ങൾ, അതേപോലെ തന്നെ അവിടുത്തെ ഹ്യൂമൻ ലൈഫ്, മനുഷ്യജീവിതം, ഇത് രണ്ടും കമ്പയർ ചെയ്യാനുള്ള ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പിന്നെ ഹിസ്റ്ററി 5ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ആകെ 2 ക്വസ്റ്റ്യൻ മാത്രം മക്കളെ ഇതിൽ പഠിച്ചാൽ മതി. അതായത് നമ്മുടെ വ്യത്യസ്ത ടൈപ്പ് ഏജൻസികളിൽ, അതായത് പൊതുജനാഭിപ്രായം അല്ലെങ്കിൽ പബ്ലിക് ഒപ്പീനിയൻ ഫോം ചെയ്ത് കുറച്ച് ഏജൻസികളുണ്ട്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫാമിലിയും പിന്നെ അതുപോലെ തന്നെ മീഡിയ, അത് നന്നായിട്ട് എന്ത് ചെയ്യണം പഠിക്കണം. അതായത് കുടുംബവും പിന്നെ അതുപോലെ തന്നെ മീഡിയൻ്റെ കാര്യങ്ങൾ. ഇനി അതുപോലെ തന്നെ പബ്ലിക് ഒപ്പീനിയൻ ഇല്ലാതാക്കുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ഈ പോവർട്ടി, ദാരിദ്ര്യം, പിന്നെ ഇല്ലിറ്ററസി, നിരക്ഷരത എന്നൊക്കെ പറഞ്ഞിട്ടുള്ള 4 പോയിന്റുകൾ. അത് പഠിച്ചു കഴിഞ്ഞാൽ മക്കളെ പബ്ലിക് ഒപ്പീനിയൻ ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ ഇൻഡയറക്റ്റ് ആയിട്ട് വരും. അതായത് നമുക്ക് രൂപത്തിലേക്ക് പഠിക്കാൻ പറ്റിയ ഓക്കെ. അപ്പോൾ ജോഗ്രഫി 5 അത് ഞാൻ തന്നെയാണ് എടുക്കുന്നത്. എല്ലാ ചാപ്റ്ററും ഞാൻ തന്നെയാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ജോഗ്രഫിയിലെ ചാപ്റ്റർ 5 മണിയുടെ എന്താണ്, അല്ലെങ്കിൽ പണത്തിൻ്റെ പൊതുവായ ധർമ്മങ്ങൾ പഠിക്കുന്നുണ്ട്. ജനറൽ ഫങ്ഷൻസ് ഓഫ് മണി എന്ന് പറയുന്നുണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റിസർവ് ബാങ്ക് ആണ്. ആ റിസർവ് ബാങ്കിൻ്റെ ഫങ്ഷൻസ് പഠിക്കുമ്പോൾ അവിടെ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ഉണ്ട്. അതായത് റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്. അവിടുന്ന് ഡയറക്റ്റ് ഉള്ള ചോദ്യം ആയിരിക്കില്ല നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. അങ്ങനെ വന്നാൽ ഈസി പേപ്പറാണെന്ന് പറയാം. മിക്കവാറും ഒരു 70% നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ടാവില്ല. എങ്ങനെയാണ് നമ്മുടെ ഈ മണി സപ്ലൈ കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ പണത്തിൻ്റെ അളവ് കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ള രൂപത്തിലേക്ക് ചോദിക്കും. പിന്നെ അതുപോലെ തന്നെ ബാങ്ക് കുറച്ച് എന്ത് ടെക്നോളജി, അല്ലെങ്കിൽ നമ്മൾ സാങ്കേതിക ടെക്നോളജി എന്ന് പറഞ്ഞ പോലെ നമ്മുടെ നെഫ്റ്റ്, പിന്നെ അതുപോലെ തന്നെ RTGS, UPI എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ സംഭവങ്ങളൊന്നും. ലാസ്റ്റ് ഭാഗങ്ങളാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സാമ്പത്തിക ഉൾച്ചേർക്കൽ. ഇനി ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ച് ടഫ് ആണെങ്കിൽ നിങ്ങളോട് ചോദിക്കുന്നതാണ് 4 ടൈപ്പ് ഡെപ്പോസിറ്റുകൾ, ആ 4 ടൈപ്പ് നിക്ഷേപങ്ങളും പഠിച്ചു വെക്കണം. ഓക്കെ. മക്കളെ ഹിസ്റ്ററിൽ 6ാം ചാപ്റ്റർ മക്കളെ പഠിച്ചു വെക്കാൻ. നമുക്ക് വീണ്ടും എസ് ചോദിക്കാൻ, ഹിസ്റ്ററിയിൽ നിന്ന് എസ് ചോദിക്കാൻ സാധ്യത അടുത്ത ചാപ്റ്ററാണ് 6ാമത്തെ ചാപ്റ്റർ. നിഹാൽ സാർ എടുക്കുന്ന ചാപ്റ്ററിൽ നിന്ന് മാത്രമാണ് എസ് ചോദ്യങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ആണ്. ഗാന്ധിജിയുടെ ഏർലി സൈക്കിൾ, ഗാന്ധിയുടെ ആദ്യകാല സമരങ്ങൾ, 3 സമരങ്ങൾ പഠിച്ചു വെക്കുക. അവിടെ നിന്ന് MCQ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വെക്കുക. അതുപോലെ NCM, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എന്താണ്, സിവിൽ ഡിസോബീഡിയൻ മൂവ്മെന്റ്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്, ഈ 3-ൽ ഏതെങ്കിലും ഒന്നായിരിക്കും സെക്കൻഡ് എസ് ആയിട്ട് ഹിസ്റ്ററിയിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഓർ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ആ 3 മൂവ്മെന്റ്സ് പഠിച്ചു വെക്കുക. പിന്നെ റവല്യൂഷണൽ മൂവ്മെന്റ്സ്, വിപ്ലവപരമായ മൂവ്മെന്റ്സ്, അത് MCQ അത് മാച്ച് ദ ഫോളോയിങ് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് ആ ടോപ്പിക്. ദ ലാസ്റ്റ് വൺ സുഭാഷ് ചന്ദ്രബോസിന്റെ കോൺട്രിബ്യൂഷൻസ്, അതൊരു 3-4 മാർക്കിന്റെ ചോദ്യമായി ചോദിച്ചിരിക്കും. ഇത്രയും കാര്യങ്ങൾ 6ാമത്തെ ചാപ്റ്റർ പഠിച്ചു വെക്കുക. ജോഗ്രഫിയിൽ 6ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ എൻഡോജനിക് ആൻഡ് എക്സോജനിക്, ചിലപ്പോൾ എസ് ഇവിടുന്ന് ചോദിക്കട്ടെ. 5 മാർക്ക് ചോദിക്കുകയാണെങ്കിൽ എൻഡോജനിക് ആൻഡ് എക്സോജനിക്, അന്തർജന്യ ബാഹ്യജന്യ ചലനങ്ങൾ എന്ത് ചെയ്യും, കൺട്രോൾ ചെയ്യാൻ ചോദിക്കും. വോൾക്കാനിസം, അഗ്നിപർവ്വതം, അതിനുകൊണ്ട് മനുഷ്യന്മാർക്കുള്ള ഉപയോഗങ്ങളും മനുഷ്യന്മാർക്കുള്ള നഷ്ടങ്ങളും പഠിച്ചു വെക്കണം. യൂസസ് ആൻഡ് അത് കാരണം ആഘാതങ്ങളും പഠിച്ചു വെക്കണം. എർത്ത്, ഭൂകമ്പം പഠിച്ചു വെക്കണം. അതിന്റെ കൂടെ തന്നെ ഫോക്കസ് ആൻഡ് എപ്പിസെന്റർ. ഫോക്കസ് എന്താണ്, എപ്പിസെന്റർ നോക്കി വെച്ചോ. വെതറിംഗ് അഥവാ അപക്ഷയം 3 ടൈപ്പിന്, ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ അല്ലേ, ജൈവികം, രാസികം, ഭൗതികമുണ്ട്. അത് പഠിച്ചു. അതുകൊണ്ട് മനുഷ്യന്മാർക്ക് ഉപയോഗങ്ങൾ, യൂസസ് ഓഫ് വെതറിംഗ്, അത് പഠിച്ചു വെക്കാം. പിന്നെ ഉരുൾപൊട്ടൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന റീസൺസ്, അതെങ്ങനെ ഓവർകം ചെയ്യാം. ചിലപ്പോൾ ഇതും എന്ത് ചെയ്തേക്കാം, 5 മാർക്കിന് എസ് ചോദിച്ചേക്കാം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മക്കളെ ഇതൊക്കെ ഇൻഡയറക്റ്റ് ചോദ്യങ്ങൾ വരെ നമ്മൾ ലൈവിൽ ഓൾറെഡി സെറ്റ് ആക്കൂട്ടോ. ഹിസ്റ്ററിയിലെ 7ാമത്തെ ചാപ്റ്റർ മക്കളെ, ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് നമ്മുടെ ഇന്ത്യ ഫേസ് ചെയ്ത, അതായത് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇന്ത്യ ഫേസ് ചെയ്ത ചലഞ്ചസ്, അതൊരു 6 ഉണ്ടല്ലോ. അതായത് നാട്ടുരാജ്യങ്ങളുടെ സംയോജനം, പ്രിൻസ്ലി സ്റ്റേറ്റുകൾ, പിന്നെ ലാംഗ്വേജിൻ്റെ അടിസ്ഥാനത്തിൽ. പിന്നെ അതുപോലെ തന്നെ ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിലുണ്ട് നമ്മുടെ പാർട്ടീഷൻ, ഇന്ത്യ വിഭജിക്കുകയാണ്. ആ സമയത്ത് ഇന്ത്യ നേരിട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. അതുപോലെ തന്നെ അവിടെ കുറച്ച് ഭാഗങ്ങളിലാണ് നമ്മുടെ പഞ്ചാബിലായിരുന്നു ഏറ്റവും കൂടുതൽ എന്ത് ചെയ്തത്, പാർട്ടീഷൻ സമയത്ത് ഒരു കൂട്ടപലായനം നടന്നത്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ മൈഗ്രേഷൻ നടന്നത്. പക്ഷേ എന്തുകൊണ്ട് ബംഗാൾ
ബംഗാളിൽ ഇതേപോലെ നടന്നില്ല എന്നുള്ള ഒരു ഭാഗമുണ്ട്. പിന്നെ അതുപോലെ തന്നെ മക്കൾ നമ്മൾ നോക്കേണ്ട അച്ചീവ്മെന്റ്, അതായത് സയൻസ് ആൻഡ് ടെക്നോളജി, പിന്നെ അതുപോലെ തന്നെ സ്പേസ് അതിലുള്ള അച്ചീവ്മെന്റ്, പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഫോറിൻ പോളിസി. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ത് പഠിക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിലേക്ക് ഇതായി പ്രഡിക്റ്റ് ചെയ്യും, എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു സംഭവമാണ് ഫോറിൻ പോളിസി. ഒരു 14ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ മക്കളെ ആ 14ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ഫോറിൻ പോളിസി എന്തായാലും ചോദിക്കും, വിദേശ നയങ്ങൾ. പിന്നെ അതിൽ തന്നെ പഞ്ചശീൽ പ്രിൻസിപ്പിൾ. ഇത്രയുമാണ് നിങ്ങൾ നമ്മളെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പഠിച്ചു വെക്കേണ്ടത്. അപ്പോൾ ഇത് മാത്രം പഠിച്ചാൽ പോരെ, ഇതിന് പുറമേയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് നമ്മൾ 3 ദിവസം മുന്നേ ഒരു ദിവസം രാത്രി നമ്മൾ 4 മണിക്കൂർ ലൈവ് എടുത്തിട്ട് ഈ ചാപ്റ്ററിന് ചോദിക്കാൻ ചാൻസുള്ള മുഴുവൻ ക്വസ്റ്റ്യൻസ് ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് രാത്രിയിലെ ലൈവിന് വരുന്നതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യുക, ആ 4 മണിക്കൂറിൻ്റെ സോഷ്യൽ സയൻസ് ലൈവ് ഒന്ന് കാണും കേട്ടോ. ആ 4 മണിക്കൂറിൽ ക്രിസ്മസ് എക്സാമിൻ്റെ 6 ചാപ്റ്റർ നമ്മൾ വൃത്തിക്ക് സെറ്റ് ആക്കുന്നുണ്ട്. അത് കണ്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, രാത്രിത്തെ ലൈവിലേക്ക് വരിക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. എല്ലാവർക്കും നാളത്തെ സോഷ്യൽ സയൻസ് എക്സാം ഈസി ആവട്ടെ. അതുപോലെ തന്നെ ഏറ്റവും അവസാന പരീക്ഷയാണ് സോഷ്യൽ സയൻസ് പരീക്ഷ. അതുപോലെ എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം ഒക്കെ നിങ്ങൾ നിഹാൽ സാറ്, സൂപ്പർ മാഷ്, അതുപോലെ nafi.ejboard 3 നിങ്ങൾ മെസ്സേജ് അയക്കണം. അവസാന പരീക്ഷയാണ്, അപ്പോൾ നിങ്ങൾ റിലാക്സ് ചെയ്ത് എഴുതുക. ഒരു വലിയ വെക്കേഷൻ വരാൻ വേണ്ടി പോകുന്നുണ്ട്. വിചാരിക്കുന്നുണ്ടോ എന്താ ഞങ്ങൾ മെസ്സേജ് ചെയ്തിട്ട് ഒരു റിപ്ലൈ കിട്ടുന്നില്ലല്ലോ? മക്കളെ നിങ്ങൾക്ക് അറിയാലോ, ഏകദേശം ഒരു ദിവസം തന്നെ 500+ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത്, നമ്മളെ റിപ്ലൈ എന്തായാലും കിട്ടിയിരിക്കും. ഓക്കെ, അപ്പോൾ nafi.ejboard, സൂപ്പർ മാച്ച്, നിഹാൽ സാർ 3 അക്കൗണ്ട് നിങ്ങൾ ഫോളോ ചെയ്ത് വെച്ചു. അപ്പോൾ വീണ്ടും കാണാം. ബൈ മക്കളെ, ബൈ, ഓൾ ദി ബെസ്റ്റ്.